ലാസ്റ്റ് വീഡിയോയിൽ പ്രോക്രിയേറ്റിന്റെ ലെഫ്റ്റ് സൈഡിലെ സെറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി റൈറ്റ് സൈഡിലെ ഈ കാണുന്ന ബ്രഷ്, ബ്ലെൻഡിംഗ്, ഇറേസർ, ലെയർ, കളർ വീൽ, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഈ ബ്രഷ് ഐക്കണിൽ കാണുന്നതാണ് ബ്രഷ് ലൈബ്രറി. ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള തേർഡ് പാർട്ടി ബ്രഷുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഒരുപാട് ബ്രഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഉപയോഗിച്ച് വരയ്ക്കാൻ തന്നെ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. കുറച്ച് കൂടിപ്പോയി എന്നറിയാം, എന്നാലും അത്രയധികം ബ്രഷുകളുണ്ട്. ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ് ബ്രഷുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. സ്കെച്ചിങ്, ഇങ്കിങ്, ഡ്രോയിങ്, പെയിന്റിങ്, അങ്ങനെ. ഈ സ്കെച്ചിങ് സെക്ഷനിൽ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് പെപ്പർമിന്റ്, ടെക്നിക്കൽ പെൻസിൽ, 6P പെൻസിൽ, ഇതൊക്കെയാണ്. ഈ സ്ട്രോക്ക് ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ പെയിന്റിങ് ചെയ്യാനും ഷെയ്ഡിങ് ചെയ്യാനും എയർ ബ്രഷിംഗ് സെക്ഷനിലെ ബ്രഷുകളാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. മീഡിയം ഹാർഡ് ബ്രഷ്, സോഫ്റ്റ് ബ്രഷ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. പിന്നെ ടെക്സ്ചർ ബ്രഷ്. ഈ കോസ്റ്റ്യൂം ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ടെക്സ്ചറുകൾ ആഡ് ചെയ്യാൻ ഗ്രിഡ്, ഡെസിമൽസ്, വിക്ടോറിയൻ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കാലിഗ്രാഫി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മോണോലൈൻ, ഓഡിയോൺ, വാട്ടർ പെൻ, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ബ്രഷിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെറ്റിംഗ്സുകൾ കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തേണ്ട ബ്രഷിനെ സെലക്ട് ചെയ്ത് ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് സ്റ്റുഡിയോയിലേക്ക് വരുന്നത് കാണാം. ഇവിടെ ബ്രഷിന്റെ എല്ലാം സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യാനും പുതിയ ബ്രഷുകൾ ഉണ്ടാക്കാനും പോസിബിൾ ആണ്. ജസ്റ്റ് ഓവറോൾ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. പുതിയ ബ്രഷ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ബ്ലെൻഡിങ്. ഈ പെയിന്റിംഗ് സെക്ഷനിൽ കണ്ട സെയിം ബ്രഷുകൾ തന്നെയാണ് ബ്ലെൻഡിങ്ങിലും ഇറേസറിലും ഉള്ളത്. പെയിന്റ് ചെയ്ത കളറിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലെൻഡിങ് ബ്രഷുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. പിന്നെ ഇറേസർ എല്ലാവർക്കും അറിയാലോ, ജസ്റ്റ് മാച്ച് കളയാൻ വേണ്ടി. നെക്സ്റ്റ്, ലെയർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലെയേഴ്സ്. നമ്മൾ വരയ്ക്കുന്ന ഓരോ ഏരിയ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിന്റെ ഓരോ സ്റ്റേജസും പുതിയ ലെയറിൽ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. പെയിന്റിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിൽ റിമൂവ് ചെയ്യാനോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കാനോ വേണ്ടി വന്നാൽ ഈ സെപ്പറേറ്റ് ലെയറിൽ വരയ്ക്കുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ലെയേഴ്സിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഈ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്താൽ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഈ ലെയേഴ്സിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാം, പക്ഷെ ഇപ്പോഴല്ല, നമ്മുടെ അടുത്ത വീഡിയോയിൽ ഹൗ ടു യൂസ് ലെയർ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ലെയർ സെക്ഷൻ എന്ന ടൈറ്റിലായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. നെക്സ്റ്റ്, കളേഴ്സ്. കളർ സെക്ഷനിൽ ആദ്യമുള്ളത് കളർ വീലാണ്. ഔട്ടർ വീലിൽ ഹ്യൂ ഏരിയ, അതായത് പ്രൈമറി കളേഴ്സിന്റെ ഒരു മിക്സ്. ദെൻ ഇന്നർ വീലിൽ സെലക്ട് ചെയ്ത കളറിന്റെ സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, ഡാർക്ക്നെസ്, ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് ഈ കളർ വീലിൽ. കളർ വീൽ അല്ലാതെ ഈ ക്ലാസിക് സെക്ഷനിൽ സ്ലൈഡറായും കളർ തിരഞ്ഞെടുക്കാം. പിന്നെ ഈ വാല്യൂസിൽ കളറിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ ടൈപ്പ് ചെയ്തും കളർ പിക്ക് ചെയ്യാം. ഈ ഡിസൈനിങ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഈ കളർ കോമ്പിനേഷൻസ് എല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് കളേഴ്സിന്റെ ഒപ്പം ഈ കളർ കോഡ് കൂടി കാണാം. ആ കളർ കോഡിന്റെ ഈ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, ആ സെയിം കളർ നമുക്ക് ഇവിടെ വരുന്നത് കാണാം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഈ ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പിന്നെ അതേ ബ്രഷിന്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഈ ഏരിയയിലാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഈ ക്യാൻവാസിലുള്ള ഏതെങ്കിലും കളർ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ സ്ക്വയർ ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മതി. ആ സെയിം കളർ കളേഴ്സിൽ ആക്റ്റീവ് ആവുന്നത് കാണാം. താഴെയുള്ള ഈ കർവ്ഡ് ആരോ, അതാണ് അൺഡു ആൻഡ് റീഡു. വരച്ചു കഴിഞ്ഞതിന് ശേഷം തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറേസ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് അൺഡു ചെയ്യാൻ. ദെൻ അൺഡു ചെയ്തതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് റീഡു. അപ്പൊ ഇതൊക്കെയാണ് പ്രോക്രിയേറ്റിന്റെ ഓവറോൾ വർക്ക് സ്പേസിലുള്ള ഓപ്ഷൻസുകൾ. അപ്പൊ അടുത്ത വീഡിയോ മറക്കണ്ട, ദ കംപ്ലീറ്റ് ലെയർ ട്യൂട്ടോറിയൽ. ബൈ.